ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഐ യൂട്യൂബ് ചാനൽ അമ്മൂസ് ഐഷാസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്ന എൻ്റെ ഒരു ഡ്രോയിങ് ബുക്ക് ടൂറാണ്. ഇതിലുള്ള പിക്ചേഴ്സ് എല്ലാം ഞാൻ വരച്ച ഡ്രോയിങ്സ് എല്ലാം ഞാൻ കാണിക്കുന്നുണ്ട്. സോ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അവിടെ ഭയങ്കര വണ്ടികളുടെ സൗണ്ട് ആയതുകൊണ്ടാണ് ഞാൻ വേറൊരു സ്ഥലത്തേക്ക് വന്നത്. ഇവിടെയാണെങ്കിൽ ഇതാ ഒരു സൂര്യനും വന്ന് നിൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെ എന്തോ ലൈറ്റ് അങ്ങ് ശരിയാവാത്ത പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും അടുത്ത സ്ഥലം കണ്ടുപിടിച്ചിട്ട് നിങ്ങളിത് കാണിച്ചു തരാം. അങ്ങനെ ഫ്രണ്ട്സ്, ഞാൻ ദാ ഇവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പം ഇതാണ് എൻ്റെ ഡ്രോയിങ് ബുക്ക് വന്നിട്ട്. ഇത് കഴിഞ്ഞ വർഷമാണ് ഞാനിത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ വേറൊരു ഡ്രോയിങ് ബുക്ക് ഉണ്ട്. ഞാൻ കുഞ്ഞിലെ ഒരു 1ാം ക്ലാസ് 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഉള്ള എൻ്റെ ഒരു ഡ്രോയിങ് ബുക്ക് ഉണ്ട്. അതിൽ സത്യം പറഞ്ഞാൽ ഫുൾ കോമഡി പിക്ചേഴ്സാണ്. സോ അപ്പോൾ എന്തായാലും ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് എന്തായാലും അത് ഇടാം കേട്ടോ. അപ്പോൾ ഇതെന്തായാലും ഞാൻ ഇന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ അകത്ത് ഒരുപാട് ഡ്രോയിങ്സ് ഒന്നും ഇല്ല, ഒരു 3-4-5 എണ്ണം ഉണ്ട്. അപ്പം എന്തായാലും അതൊക്കെ കാണിക്കും. അപ്പം ഇതിൻ്റെ ഫസ്റ്റ് പേജ്, ഫ്രണ്ട് പേജ് ആയിട്ട് ഞാൻ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡ്രോയിങ് ബുക്ക് എന്നൊക്കെ എഴുതിയിട്ട് ഒരു ഇതൊക്കെ വെച്ചിട്ട് വരച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഞാൻ ഈ ഒരു പിക്ചറാണ് വരച്ചത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പിക്ചറായിരുന്നു. ഇത് അത്യാവശ്യം ഭംഗിക്കൊക്കെ വന്നതുകൊണ്ടാണ് ഞാൻ പടം അങ്ങനെ അടുത്തടുത്തതായിട്ട് വരയ്ക്കാൻ തുടങ്ങിയത്. അപ്പം അടുത്തത് ഈ ഒരു ഡോഗിൻ്റെ ഒരു പിക്ചറാണ്, ഒരു പൂമ്പാറ്റയൊക്കെ ഉള്ള. ഇതും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ഡ്രോയിങ് ആണ് കേട്ടോ. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ഡ്രോയിങ്ങാണ്. അപ്പം ഇതും കുറച്ച് രസം വന്നപ്പോഴാണ് ഞാൻ അടുത്ത ഡ്രോയിങ് ചെയ്തത്. അങ്ങനെയാണ് ഓരോ പിക്ചേഴ്സ് നമ്മൾ വരയ്ക്കുമ്പോൾ അത് രസമൊക്കെ ഭംഗിയൊക്കെ വരുമ്പോഴാണ് ഞാൻ അടുത്ത പെയിൻറ്റിങ് എനിക്ക് ചെയ്യാനായിട്ടൊരു ഇഷ്ടം വരുന്നത്. ഏതെങ്കിലും പടം കൊളാവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നെ 2 ദിവസത്തേക്ക് വരയ്ക്കാനായിട്ടുള്ള മൂഡുണ്ടാവില്ല. സോ അടുത്ത പിക്ചർ എന്ന് പറയുന്നത് ഈ ഒരു ബർഗറാണ്. ഇത് സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ എന്തോ വിശന്നപ്പോൾ ഞാൻ വരച്ചൊരു പടമാണെന്നാണ് എനിക്ക് ഓർമ്മ. എൻ്റെ ഓർമ്മയിൽ അങ്ങനെയാണ് ഞാൻ വരച്ചത്. എന്തോ കഴിക്കാൻ തോന്നി, അപ്പോൾ ഞാൻ ബർഗറാണ് എനിക്ക് അപ്പോൾ കഴിക്കാൻ തോന്നിയത്. അപ്പോൾ ഞാൻ വെറുതെ അതങ്ങ് വരച്ച് നോക്കി. കുഴപ്പമില്ലാണ്ട് വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പിക്ചറാണ്. എനിക്ക് ഈ ബുക്കിലുള്ളതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പിക്ചറും കൂടിയിട്ടാണ് ഇത് കേട്ടോ. ഇതാണ് കേട്ടോ. എന്തോ ഒരു പ്രത്യേകമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അടുത്തത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടാത്തൊരു പിക്ചറാണ്. ഇതാണ് കേട്ടോ ആ പിക്ചർ. കുഴപ്പമില്ല, പക്ഷെ എനിക്ക് എന്തോ അത്രക്കങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇത് എന്താണെന്നറിയില്ല, അതിൻ്റെ കണ്ണും ചുണ്ടും അങ്ങനെ എനിക്ക് ഒന്നും തന്നെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഞാൻ 2 ഒറിജിനൽ ഫേസ് വരയ്ക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത്രയ്ക്ക് രസി വന്നില്ല. ഞാൻ വിചാരിച്ച ആളെ പോലെ ഉണ്ട്, പക്ഷേ എന്താ എനിക്ക് കാണിക്കാതെ ഭയങ്കര ചമ്മലാണ്. എന്താ വെച്ചാൽ എനിക്ക് അത്രക്കങ്ങ് വിചാരിച്ച പോലെ വരാത്തതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. വേറെ ഒരെണ്ണം ഞാൻ കളർ പെൻസിൽ വെച്ചിട്ട് ചെയ്തൊരു ഡ്രോയിങ്ങാണ്. ഇതൊരു ഒറിജിനാലിറ്റി വരുന്ന രീതിയിലാണ് ഞാൻ ചെയ്യാൻ ശ്രമിച്ചത്. ചെറുതായിട്ടൊക്കെ അങ്ങനെ വന്നിട്ടുള്ള പോലെ എനിക്ക് തോന്നി. കുഴപ്പമില്ല. അങ്ങനെ അടുത്തത് സത്യം പറഞ്ഞാൽ എനിക്ക് വരയ്ക്കാൻ മൂഡില്ലായിരുന്ന ടൈമിൽ, പക്ഷേ വരയ്ക്കണമെന്ന് തോന്നി പക്ഷെ മൂഡുണ്ടായിരുന്നില്ല. അങ്ങനെ വരച്ചതാണ്. ജസ്റ്റ് വെറുതെ വരച്ചൊരു പിക്ചർ. അല്ലാണ്ട് എന്താ പറയുക, വേഗം എൻ്റെ ഒരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു, ആ സ്റ്റിക്കർ നോക്കി വരച്ചൊരു പിക്ചറാണ്. അടുത്ത ഞാൻ കുറച്ച് ക്യൂട്ടായിട്ടുള്ള പിക്ചേഴ്സ്
യൂട്യൂബിൽ തന്നെ ഇങ്ങനെ വരയ്ക്കുന്നത് എടുത്തിട്ട് അങ്ങനെ നോക്കി വരച്ചതാണ്. അപ്പം കുറച്ച് കുഞ്ഞു കുഞ്ഞ് പടങ്ങൾ, എനിക്കെന്തോ വലിയ പടങ്ങൾ വരയ്ക്കാൻ ഒരുപാട് സമയം വേണം എനിക്ക് വരയ്ക്കാൻ. അപ്പം ഇതൊക്കെ ആകുമ്പോഴത്തേക്കും എനിക്കൊരു 10-15 മിനിറ്റിനുള്ളിൽ വരച്ച് എടുക്കാൻ പറ്റും. അങ്ങനെ വരച്ചതാണേ. രസമുണ്ട്. അടുത്തത് ഇനി വരുന്നതൊക്കെ ഈ അടുത്ത് വരച്ച കുറച്ച് പിക്ചേഴ്സാണ്. ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ വരാറായില്ലേ, എന്തെങ്കിലും ക്രിസ്മസ് റിലേറ്റഡ് ഡ്രോയിങ്സ് ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ എന്തോ എനിക്കിപ്പോൾ എന്തോ വരയ്ക്കാനായിട്ടൊരു മൂഡും ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ വരയ്ക്കുന്നതാണ് ഓരോന്ന്. അതുകൊണ്ട് ഭയങ്കര കുറച്ച് ടഫായിട്ടുള്ള ഇമേജസ് ഒന്നും ഞാൻ ഇപ്പോൾ വരയ്ക്കാറില്ല. പണ്ടത്തെ എൻ്റെ ഒരുപാട് ഡ്രോയിങ്സ് ഉണ്ട്. ഞാൻ കൃഷ്ണൻ, ശിവൻ അങ്ങനെയൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും എൻ്റെ കയ്യിലില്ല. എനിക്ക് അങ്ങനത്തെ പണ്ട് ടഫ് ആയിട്ടുള്ള ഇമേജസ് വരയ്ക്കാനായിരുന്നു എനിക്ക് കൂടുതലിഷ്ടം. ഇപ്പോൾ ഭയങ്കര സിമ്പിളായിട്ടുള്ള വരയ്ക്കാൻ എനിക്കിഷ്ടം. അങ്ങനെ വരച്ചവരനാണ്. ക്രിസ്മസ് ആയതുകൊണ്ട് ജസ്റ്റ് ഇതുപോലെ വരച്ചതാണ്. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ഫിനിഷ് ചെയ്തിട്ടില്ല കേട്ടോ. വന്നിട്ടൊരു ക്യൂട്ടായിട്ടുള്ള സിമ്പിൾ ഇമേജാണ്. ഒരു ക്യൂട്ട് സിമ്പിൾ ഒരു കുട്ടിയുടെ ഫേസ് ഒന്നും ഇല്ല കേട്ടോ, അതിൽ ജസ്റ്റ് ഇത് മാത്രം. അടുത്തത് ഈ ബുക്കിലെ ലാസ്റ്റ് ഡ്രോയിങ് ആണ്. പെൻസിൽ ഡ്രോയിങ് എനിക്ക് ഇടയ്ക്ക് പെൻസിൽ ഡ്രോയിങ് ചെയ്യാൻ തോന്നും, ഇടയ്ക്ക് കളർ പെൻസിൽ വെച്ചിട്ട് ഡ്രോയിങ് ചെയ്യാൻ തോന്നും. എനിക്കെന്തോ വേഗം കളർ പെൻസിൽ എടുത്തിട്ട് എന്തെങ്കിലും വരയ്ക്കാൻ തോന്നി. നേരെ ഫോൺ എടുത്തു, ഡ്രോയിങ്സ് അടിച്ചു കൊടുത്തപ്പോഴത്തേക്കും എനിക്ക് ഇതാണ് കിട്ടിയത്. അപ്പോൾ അങ്ങനെ വരച്ചതാണ്. അത്രയ്ക്ക് ഞാൻ വിചാരിച്ച പോലെ വന്നിട്ടില്ല, എന്നാലും അത്യാവശ്യം രസത്തിൽ വന്നിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതാണ് കേട്ടോ. പണ്ട് എൻ്റെ ഒരുപാട് കൃഷ്ണൻ്റെ ഡ്രോയിങ്സ് ഞാൻ കൂടുതൽ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒന്നുപോലും എൻ്റെ കയ്യിലില്ല. ഇതും പിന്നെ വേറെ ഒരു കളർ പെൻസിൽ വെച്ചിട്ട് തന്നെ വരച്ച ഒരു കൃഷ്ണൻ്റെ പടവും കൂടിയേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ പണ്ട് എൻ്റെ കയ്യിൽ ഭയങ്കര കോമഡി ആയിട്ടുള്ള ഒരു ബുക്ക് ഉണ്ടെന്നുള്ളത്. അപ്പം അതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അത് ശരിക്കും നല്ല കോമഡിയാണ്. എന്താ വെച്ചാൽ എനിക്കൊരു ആപ്പിൾ പോലും മര്യാദക്ക് വരയ്ക്കാൻ ഇല്ലായിരുന്നു കുഞ്ഞിലെ. പക്ഷേ എനിക്ക് ഡ്രോയിങ് ഇഷ്ടമായിരുന്നു. അങ്ങനെ പോയി പഠിക്കാൻ വേണ്ടിയിട്ട് ചേർന്നതാണ്. ഞാൻ ആ ഒരു ബുക്ക് തീർന്നപ്പോഴത്തേക്കും ഞാൻ നിർത്തി. എന്തോ മഴക്കാലമായിരുന്നു, അങ്ങോട്ട് പോകാനുള്ള ബുദ്ധിമുട്ട്, പിന്നെ മടിയായിരുന്നു എനിക്ക് പോകാനായിട്ട്. അങ്ങനെയൊക്കെ നിർത്തിയതാണ്. ഭയങ്കര കോമഡി എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ ചിരി വരും അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ. ഒടുക്കത്തെ പൊട്ടത്തരങ്ങൾ വരച്ച് വെച്ചേക്കണുണ്ടോ, അത്രയ്ക്ക് ചിരി വരും. അപ്പോൾ എന്തായാലും ഞാനത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. പിന്നെ വേറെ 2-3 ഡ്രോയിങ്സ് വേറെയുണ്ട്. അപ്പോൾ അതെല്ലാം ചേർത്ത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.